ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പുതിയതായിട്ട് മേടിച്ച കുറച്ച് പ്രോഡക്ട്സിനെ പറ്റിയിട്ടാണ്. ഇതിലിപ്പോൾ മേക്കപ്പ് പറയാനായിട്ടൊന്നുമില്ല, മോസ്റ്റ്ലി സ്കിൻ കെയർ ആൻഡ് ഒരു ഡിയോഡ്രൻറ്റ് ഉണ്ട്. സോ പ്ലീസ് കീപ് വാച്ചിങ്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എർത്ത് റിതമിൻ്റെ ഫൈറ്റോ സെറമൈഡ് മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടാവും ദാറ്റ് എർത്ത് റിതം ആസ് എ ബ്രാൻഡ് അവരുടെ ഹോൾ പാക്കേജിങ് എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പുതിയ ലോഞ്ചസിൽ ഉള്ള ഒരു മോയ്സ്ചറൈസറാണിത്. ആസ് യു കെൻ സി പാക്കേജിംഗ് ഒക്കെ വളരെ നല്ലതാണ്. ഇറ്റ്സ് ലൈക്ക് എ ഗ്ലാസ് ബോട്ടിൽ. പിന്നെ ഇതിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ് ആൻഡ് ഇറ്റ്സ് നോട്ട് സ്റ്റിക്കേഴ്സ് ആൻഡ് വെരി അട്രാക്റ്റീവ് കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സിലാണ് ഇത്തവണത്തെ പാക്കേജിങ്. സോ ഓൾ ദാറ്റ് ഈസ് റിയലി നൈസ് ടു സീ. സോ ഇത് അവരുടെ ഫൈറ്റോ സെറമൈഡ് മോയ്സ്ചറൈസറാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് 5 എസെൻഷ്യൽ സെറമൈഡ്സ് ഡീപ്പ് മോയ്സ്ചറൈസർ നോൺ കോമറ്റോജനിക്. 50 ml ഇൻ്റെ ഒരു ബോട്ടിലാണിത്. ആൻഡ് ഇറ്റ് റീറ്റെയിൽസ് ഫോർ എർത്ത് റിതമിൻ്റെ വെബ്സൈറ്റിൽ ഇറ്റ്സ് ഫോർ അബൌട്ട് 739 rupees. പക്ഷെ നൈക്കിയിൽ ഓൾവേസ് എർത്ത് റിതമിൻ്റെ പ്രോഡക്ട്സ് കുറച്ച് ചീപ്പറായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നൈക്കിയിലും കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ സെറമൈഡ്സ് ഒരു വളരെ പോപ്പുലർ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് വരുന്നുണ്ട്. ബേസിക്കലി സെറമൈഡ്സ് നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ ഹെൽപ്പ് ചെയ്തിട്ട് ഒരു ഒക്ലൂസീവ് ലെയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ എൻവയൺമെൻറ്റൽ ഡാമേജ്, പിന്നെ ഓൾസോ നമ്മുടെ മോയ്സ്ചർ പോവാണ്ടിരിക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സെറമൈഡ്. സോ ബേസിക്കലി ഇപ്പോൾ കുറേ മോയ്സ്ചറൈസേഴ്സിൽ സെറമൈഡ്സ് ഉണ്ട്. പിന്നെ സോ അവർ പറയുന്നത് ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ബിക്കോസ് ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്ന് ഡ്രൈ ആയിട്ട് റിങ്കിൾസ് വരാനുള്ള സാധ്യതയില്ല. സോ ദാറ്റ് ഈസ് വാട്ട് മെയിൻലി സെറമൈഡ്സ് ആർ യൂസ് ഫോർ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഐ തിങ്ക് 5 എസെൻഷ്യൽ സെറമൈഡ്സ് ഉണ്ട്. പക്ഷേ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ലോ ഓൺ ദ ലിസ്റ്റ്. അപ്പോൾ എനിക്ക് അറിയില്ല അവരുടെ കോൺസെൻട്രേഷൻ ലെസ് ആണോ എന്താന്ന്. പക്ഷേ സെറമൈഡ്സ് കുറച്ച് ലിസ്റ്റിൽ താഴെയാണ്. നിങ്ങൾക്കറിയാം ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിൽ ഓൾവേസ് ആദ്യം വരുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പ്രപ്പോർഷൻ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇതിൽ സെറമൈഡ്സ് ടുവേർഡ്സ് ദ ലാസ്റ്റിലാണ് വരുന്നത്. ആൻഡ് അതർവൈസ് ദേ ഹാവ് ഗുഡ് ഇൻഗ്രീഡിയൻസ്. ഇവരെ വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ആലോ ലീഫ് ജ്യൂസ്. ഇപ്പോൾ ആലോ ലീഫ് ജ്യൂസ് അഗൈൻ കുറേ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ് അവരുടെ ബേസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ആലോവേര ബേസ് ആലോ ബേസ്ഡ് സ്കിൻ കെയർ ഹെയർ കെയർ അത്ര സൂട്ട് ആവില്ല. സോ നിങ്ങൾക്ക് അലർജിക് ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം നിങ്ങൾ. നൗ കമ്മിങ് ടു ദ മോയ്സ്ചറൈസർ, എനിക്ക് ഒരു കാര്യം എന്താ ഇഷ്ടമായത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ പമ്പ് ഈസ് റിയലി ബാഡ്. ആൻഡ് ഒരു മിനിറ്റ്, ഓക്കെ. സോ ഇവരുടെ പമ്പ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അത്ര ഒരു നല്ല പമ്പല്ല ഇവരുടെ പ്രോഡക്റ്റിൻ്റെ. സോ അതാണ് ഒരു ഫസ്റ്റ് ബമ്മ് ഓഫ് ദ പ്രോഡക്റ്റ്. ആൻഡ് ഇതാണ് മോയ്സ്ചറൈസറിൻ്റെ ടെക്സ്ചർ. അപ്പോൾ ആസ് യു കെൻ സീ ഒരു പമ്പിൽ ഒരു മേ ബി ഹാഫ് എ ലൈനേ വരുള്ളൂ മോയ്സ്ചറൈസറിൻ്റെ. സോ ഐ ജസ്റ്റ് ബ്ലെൻഡ് ദിസ് ആൻഡ് ഷോ യു. ഇപ്പോൾ കണ്ടോ, അത്രയും ക്വാണ്ടിറ്റി ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടും കയ്യിലൊരു ഓയിലി ഓർ ഗ്രീസി ഫീൽ ഒന്നുമില്ല. സോ ദാറ്റ് വേ ഈ മോയ്സ്ചറൈസർ കുറച്ചും കൂടി ഇപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ള ആൾക്കാർക്ക് കുറേ ഡ്രൈ ആയ ഒരു ക്ലൈമറ്റിലല്ല, അല്ലെങ്കിൽ വിൻറ്റേഴ്സ് ഉള്ള ക്ലൈമറ്റിൽ ജീവിക്കാത്ത ആൾക്കാർക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആയിരിക്കും ഇത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഐ തോട്ട് അറ്റ്ലീസ്റ്റ് രാവിലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും. ബിക്കോസ് രാത്രിയിൽ എനിക്ക് കുറച്ചും കൂടി ഹെവി മോയ്സ്ചറൈസേഴ്സാണ് ഇഷ്ടം. എനിക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. ആൻഡ് ഓൾറെഡി ബാംഗ്ലൂരിൽ ഇപ്പോൾ വിൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഐ കൻ യൂസ് ദിസ് ആസ് എ ഡേ ടൈം മോയ്സ്ചറൈസർ പറഞ്ഞിട്ട് മേടിച്ചതാണ്. പക്ഷേ എനിക്ക് ഒരു 2-3 hours കഴിയുമ്പോൾ തന്നെ എനിക്ക് മുഖം നല്ല ഡ്രൈ ആയ ഒരു ഫീലിംഗ് ആണ്. ആൻഡ് രാത്രി പിന്നെ എനിക്ക് ഒട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് രാത്രി യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ ഹാവ് ടു ലെയർ ഇറ്റ് ഓൺ വിത്ത് അനദർ മോയ്സ്ചറൈസർ. സോ എനിക്ക് അത്ര ഇഷ്ടമായില്ല ഫോർ ഇറ്റ്സ് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ്. ബട്ട് അതർവൈസ് ഫോർമുലേഷൻ ഇസ് റിയലി ഗുഡ്. ആൻഡ് ഇതിൽ ഫ്രേഗ്രൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രേഗ്രൻസ് അല്ലെങ്കിൽ
ഫ്രീഗ്രൻസ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ദിസ് ഈസ് എ നൈസ് മോയ്സ്ചറൈസർ. ഇപ്പം നിങ്ങൾ നാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ അത്ര ഹെവി മോയ്സ്ചറൈസേഴ്സ് ഇഷ്ടമല്ല അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ് ദിസ് വൺ എ ട്രൈ. എനിക്കിത് എന്തായാലും ശരിയായില്ല, ബിക്കോസ് എനിക്ക് കുറച്ചും കൂടി റിച്ചർ മോയ്സ്ചറൈസേഴ്സാണ് നല്ലത് തോന്നിയിട്ടുണ്ട് എൻ്റെ സ്കിന്നിന്. സോ ഐ വിൽ നോട്ട് ബി റീപർച്ചേസിങ് ദിസ്. പക്ഷേ ഇറ്റ് ഈസ് എ ഗുഡ് product. It just didn't work for me. പ്രോഡക്റ്റിൻ്റെ കുറ്റമല്ല, പമ്പ് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഫോൾട്ടി ആൻഡ് ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ്. പക്ഷേ മോയ്സ്ചറൈസർ ഒരു നല്ല മോയ്സ്ചറൈസറാണ്. പക്ഷേ എൻ്റെ സ്കിന്നിന് എനിക്ക് കുറച്ചും കൂടി ഒരു മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ തിക്കായ മോയ്സ്ചറൈസേഴ്സാണ് ഇഷ്ടം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം എർത്ത് റിതം. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡിസ്ഗൈസ് കോസ്മെറ്റിക്സിൻ്റെ ഓൾ ഡേ ജെൽ കാജലാണ്. ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് ബ്ലാക്ക് ഓണിക്സ്. സോ ഇതാണ്, ഇറ്റ്സ് എ റെഗുലർ ബ്ലാക്ക് കാജൽ ആൻഡ് ഇത് വീഗൻ ആണ്. ഈ ബ്രാൻഡ് വീഗൻ, ക്രൂവൽറ്റി ഫ്രീ, പിന്നെ അങ്ങനത്തെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. സോ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇൻറ്റൻസ് കളർ, സ്മജ് പ്രൂഫ്, 100% വാട്ടർ പ്രൂഫ്, ultra smooth, cruelty free and vegan, no lead, parabens, alcohol, nourishes and soothes, ophthalmologically tested with soothing plant oils. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ക്ലെയിംസ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. കുറേ അങ്ങനെ പറയാനൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് എ കാജൽ ആൻഡ് നമ്മൾ ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന പോലെ അല്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഫോർമ്യൂല ആൻഡ് നല്ലൊരു ബ്ലാക്ക് കളർ പേ ഓഫ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഈ സ്മജ് പ്രൂഫ്, വാട്ടർ പ്രൂഫ് ഉള്ള ക്ലെയിംസാണ് എനിക്ക് ഒരു സാറ്റിസ്ഫൈ ചെയ്യാത്ത പോലെ തോന്നിയത്. ബിക്കോസ് ഇറ്റ് ഡെഫിനറ്റ്ലി സ്പ്രെഡ്സ്. ഞാൻ ഇടുമ്പോൾ എനിക്ക് അധികം കാജൽസ് ഒന്നും സ്പ്രെഡ് ആവാത്ത ഒരു ടൈപ്പാണ്. പക്ഷേ ഇത് വിതിൻ 3-4 hours ഡെഫിനറ്റ്ലി ഇറ്റ് സ്മഡ്ജസ്. ഒരു ഫുൾ ഡേ ഒന്നും നിൽക്കാനുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് വാട്ടർ പ്രൂഫ് ആസ് വെൽ, ബിക്കോസ് നമ്മൾ വാട്ടർ കൊണ്ട് കഴുകുമ്പോൾ തന്നെ ഇറ്റ്സ് ഈസിലി റിമൂവബിൾ. ബട്ട് അതർവൈസ് എങ്ങനെ കണ്ണിന് ഇറിറ്റേഷനോ അങ്ങനെയൊന്നുമില്ല. സോ നിങ്ങൾക്ക് അങ്ങനെ അത്ര ലോങ് വെയറിങ് കാജൽസ് വേണ്ട എന്നുണ്ടെങ്കിൽ യു കെൻ ജസ്റ്റ് ചെക്ക് ദിസ് ബ്രാൻഡ് ഔട്ട്. It's a good brand and I think they also have a lot of makeup and ഇവരുടെ തന്നെ കുറേ ലിപ്സ്റ്റിക്സ് ആൻഡ് ഓൾ ഉണ്ട്. അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഐ ട്രൈ ഇറ്റ് ഔട്ട്. സോ ഇതാണ് ഡിസ്ഗൈസ് കോസ്മെറ്റിക്സിൻ്റെ കാജൽ. ഇത് ഞാൻ 360 rupeesന് നൈക്കയിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് 360 ഐ ഡോണ്ട് നോ, എനിക്ക് വേറെ കാജൽസ് എത്രയാണെന്ന് അറിയില്ല. ബട്ട് ഇത് നോർമൽ ഒരു റിട്രാക്റ്റബിൾ പെൻസിൽ. ഇതിൽ 0.35 grams ആണ് പ്രോഡക്റ്റ് ഉള്ളത്. സോ യു ക്യാൻ ചെക്ക് ദിസ് ഔട്ട്. തെറ്റില്ലാത്ത പ്രോഡക്റ്റാണ്. പക്ഷേ സ്മജ് പ്രൂഫും വാട്ടർ പ്രൂഫും 100% അല്ല. ഇറ്റ് ഡെഫിനറ്റ്ലി സ്മഡ്ജസ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന സ്വാച്ച് നിങ്ങൾ കണ്ടില്ലേ എത്ര ഡാർക്ക് ആണെന്ന്. ഇപ്പോൾ ഞാൻ വെറുതെ കൈ കൊണ്ട് റബ്ബ് ചെയ്തത്. അപ്പോഴേക്കും ഇത് ഈസിലി റിമൂവബിൾ ആണ്. സോ യു ഡോണ്ട് ഇവൻ നീഡ്, സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് സ്മജ് പ്രൂഫ്. ആൻഡ് ഞാൻ കയ്യിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇത്രയും കാജൽ പോണെങ്കിൽ ദെൻ യു ക്യാൻ ഇമാജിൻ ദാറ്റ് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല ഈ കാജൽ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ബയോഡേർമയുടെ ആറ്റോഡേം ഇൻറ്റൻസീവ് ബാം ആണ്. ഇതൊരു മോയ്സ്ചറൈസറാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മോയ്സ്ചറൈസർ, നല്ല തിക്കാണ്. ഇപ്പം ഞാൻ ബിക്കോസ് എർത്ത് റിതമിൻ്റെ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാത്രിയിൽ കുറച്ചും കൂടി ഒരു തിക്ക് മോയ്സ്ചറൈസറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതാണിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഇതിലും സെറമൈഡ്സ് ആൻഡ് ഒക്കെ ഉണ്ട് ആൻഡ് പ്രിറ്റി ഗുഡ് ഇൻഗ്രീഡിയൻറ്റ് ബേസ്. പക്ഷേ ഓൺലി തിങ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ഈസ് ബയോഡേർമ ഒരു ക്രൂവൽറ്റി ഫ്രീ കമ്പനി അല്ല. അത് പറഞ്ഞാൽ അവർ ഇപ്പോഴും ആനിമൽസിൻ്റെ മേലെയാണ് പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസിനെ വെച്ചിട്ട് ആനിമൽസിൻ്റെ മേലെ ടെസ്റ്റ് ചെയ്യും അവരുടെ ഫോർമുലേഷൻ, വിച്ച് ഈസ് നോട്ട് സംതിങ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അത്ര ആഗ്രഹമില്ലാത്ത കാര്യങ്ങളാണ്, അറ്റ്ലീസ്റ്റ് വെൻ ഇറ്റ് കംസ് ടു കോസ്മെറ്റിക്സ്. അപ്പോൾ ഞാനിത് റീപർച്ചേസ് ചെയ്യേണ്ടാവില്ല. ഡെഫിനറ്റ്ലി ഞാൻ ഐ ബി ഐദർ ഗോയിങ് ബാക്ക് ടു സുഗന്ധയുടെ ഓട്ട് മോയ്സ്ചറൈസർ, ഒരു നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അതായിരിക്കും പിന്നെ വാങ്ങിക്കാൻ പോണത്. ലക്കിലി ഞാൻ ഇതിൻ്റെ ചെറിയ ട്യൂബാണ് മേടിച്ചത്, 45 ml.
ഇതിന് 399 റുപ്പീസ് ആയിരുന്നു. പക്ഷേ ഇത് ക്രുവൽറ്റി ഫ്രീ അല്ല. എത്ര നല്ല പ്രോഡക്റ്റ് പറഞ്ഞാലും എനിക്ക് ഇത് ഇനി വാങ്ങിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്രോബ്ലം, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. നിങ്ങൾ നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. ഇത് ഇവരുടെ ഇൻറ്റൻസീവ് ബാമാണ്. ഇവർക്ക് ഓൾസോ ഒരു ക്രീമുണ്ട്. അത് ഇതിനെക്കാട്ടിലും ഒരു സ്ലൈറ്റ്ലി തിന്നർ ഫോർമുലേഷൻ ആണ്. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്തായാലും കാണിച്ചു തരാം. സോ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ബാം പറഞ്ഞിട്ട് ഭയങ്കര തിക്ക്, ഡിഫിക്കൾട്ട് ടു ബ്ലെൻഡ് ഔട്ട് അങ്ങനെയൊന്നും അല്ല. ഇറ്റ്സ് പ്രിറ്റി ഈസി ടു ബ്ലെൻഡ് ഔട്ട് ആൻഡ് ഇതിലും ഫ്രേഗ്രൻസ് ഒന്നുമില്ല. സോ ഇറ്റ്സ് റിയലി നൈസ്. നിങ്ങൾക്കിപ്പോൾ ഇറിറ്റേറ്റഡ് സ്കിൻ ഉണ്ടെങ്കിൽ, നല്ല ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇറിറ്റേറ്റഡ് സ്കിൻ ആണെങ്കിൽ യു കൻ ഡെഫിനറ്റ്ലി യൂസ് ദിസ് അറ്റ് നൈറ്റ്. നല്ല ഒരു കാമിങ് സൂതിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു ക്രീമാണ്. നെക്സ്റ്റ് ഉള്ളത് ജ്യൂസി കെമിസ്ട്രിയുടെ ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് ആൻഡ് പച്ചോളി ഡിയോഡ്രൻറ്റ് സ്റ്റിക്കാണ്. ഇതൊരു ഓർഗാനിക് ഡിയോഡ്രൻ്റ് ആണ്. ആൻഡ് ഇവരുടെ പാക്കേജിങ് കണ്ടാലും നിങ്ങൾക്ക് അറിയാം ദാറ്റ് പാക്കേജിങ് ഈസ് കാർഡ്ബോർഡ്. സോ കാർഡ്ബോർഡ് പാക്കേജിങ്ങിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് വിച്ച് ഈസ് റിയലി റിയലി ഗുഡ്. ആൻഡ് ഇതിൻ്റെ ഫ്രേഗ്രൻസ് ഭയങ്കര ഒരു ഓറഞ്ചസ് അതിൻ്റെയൊക്കെ ഒരു ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താ വെച്ചാൽ ചിലപ്പോൾ ക്ലോത്ത്സിൽ സ്റ്റെയിൻ ആവുന്നുണ്ട്. ഒരു വൈറ്റ് സോർട്ട് ഓഫ് ഒരു റെസിഡ്യൂ ക്ലോത്ത്സിൽ ലീവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്രേഗ്രൻസ് ആണ്. പിന്നെ ഒരു ബോഡി ഓഡറിൻ്റെ പ്രശ്നം വരാറില്ല ഇത് യൂസ് ചെയ്യുമ്പോൾ. നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഡിയോഡ്രൻസ് വാങ്ങിക്കാൻ കിട്ടുന്ന ഡിയോഡ്രൻസിൽ അലുമിനിയം ഉണ്ട്. അപ്പോൾ അലുമിനിയം ഈസ് നോട്ട് വെരി ഗുഡ് ഇൻ ദ ലോങ് റൺ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡിയോഡ്രൻറ്റ് ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ എഴുതിയിട്ടുണ്ട് നോ പ്രിസർവേറ്റീവ്സ്, നോ ആൽക്കഹോൾ, നോ അലുമിനിയം. ആൻഡ് ജ്യൂസി കെമിസ്ട്രി ഈസ് ക്രുവൽറ്റി ഫ്രീ, ഹാൻഡ് മെയ്ഡ്, വെജ്, ഫ്രഷ്ലി മെയ്ഡ്, നോ സിന്തറ്റിക് ഫ്രേഗ്രൻസ് ആൻഡ് ഓയിൽസ്, നോ കളേഴ്സ് ആഡഡ്. ആൻഡ് ഇവർക്ക് ഈക്കോ സർട്ട് കിട്ടിയിട്ടുണ്ട്, വിച്ച് ഈസ് എ സർട്ടിഫിക്കേഷൻ ദാറ്റ് ദേ ആർ എൻ ഓർഗാനിക് ബ്രാൻഡ്. അപ്പോൾ ഓവറോൾ ഒരു റിയലി ഗുഡ് ബ്രാൻഡാണ് ജ്യൂസി കെമിസ്ട്രി. ആൻഡ് ഇങ്ങനെയാണ് ഇത് വരുന്നത്. നമ്മുടെ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടാവില്ലേ ഫെവിക്കോളിൻ്റെ ഒക്കെ, ഏകദേശം അതുപോലെയാണ്. ഇത് ബാക്കിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്താൽ ഇത് മേലെ ഡിയോഡ്രൻറ്റ് വരും. ഭയങ്കര ഓവർ പവറിങ് ഫ്രേഗ്രൻസ് അല്ല, പക്ഷെ എന്നാലും ഒരു ഫ്രഷ് ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഇതിൽ 70 grams ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ആൻഡ് നൈക്കിയിൽ ഇത് ഇപ്പോൾ 713 റുപ്പീസിനാണ്, 713. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അലുമിനിയം യൂസ് ചെയ്യണ്ട അങ്ങനത്തെയൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഡിയോഡ്രൻറ്റ് ഔട്ട്. ഐ റിയലി റിയലി ലൈക്ക് ദിസ് ജ്യൂസി കെമിസ്ട്രിയുടെ ഗ്രേപ്പ് ഫ്രൂട്ട് ആൻഡ് പച്ചോളി. ആൻഡ് ഇവർക്ക് ഒരു വേരിയൻറ്റും കൂടിയുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഈസ് ബ്ലഡ് ഓറഞ്ച് ആൻഡ് സംതിങ് എൽസ്. പക്ഷേ ഓൾവേസ് നിങ്ങൾ ചെക്ക് ചെയ്യണം, ബിക്കോസ് ജ്യൂസി കെമിസ്ട്രിയിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അല്ലെങ്കിൽ നൈക്കയിൽ ചെക്ക് ചെയ്യണം. So this is really good and mostly I'll be repurchasing this deodorant. ലാസ്റ്റ് പ്രോഡക്റ്റ് ന്യൂട്രിജീനയുടെ ഷ്യോർ സിങ്ക് ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ആണ്. ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും PA++++ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ ഫ്രീഗ്രൻസ് ഇല്ല. നല്ല സൺസ്ക്രീനാണ്. ബ്രോഡ് സ്പെക്ട്രം UVA ആൻഡ് UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു സൺസ്ക്രീനാണ്. പക്ഷേ ഇതിന് ഒരു ടെറിബിൾ വൈറ്റ് കാസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഡസ്കി സ്കിൻ ടോണിൻ്റെ ആണ്. പക്ഷെ ഇത് ഇടുമ്പോൾ ശരിക്കും ഗ്രേ കളറാവും സ്കിന്ന്. എന്തൊക്കെ ചെയ്തിട്ടും ഇത് ബ്ലെൻഡ് ആവണില്ല. കുറേ കഴിഞ്ഞിട്ടും ഇത് സെറ്റിൽ ഡൗൺ ആവണില്ല. സോ ഇത് ഡെഫിനറ്റ്ലി ഞാൻ റീപർച്ചേസ് ചെയ്യില്ല. ഇത് ഓൾമോസ്റ്റ് ഹോൾ ട്യൂബ് ഉണ്ട് ഇത് എൻ്റെ കയ്യിൽ. ഇത് എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ഒരു സൺസ്ക്രീനാണ്. നിങ്ങൾക്കിപ്പോൾ വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൻഡ് അത്ര വെളിയിൽ പോവാത്ത ആൾക്കാരാണെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി യൂസ് ദിസ് അറ്റ് ഹോം. വീട്ടിൽ അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഈ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൺ ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യു കെൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. പക്ഷേ മേ ബി പുറത്ത് പോകുമ്പോൾ ഇടണ്ട, അല്ലെങ്കിൽ അണ്ടർ ദി മേക്കപ്പ് വേണമെങ്കിൽ ഇടാം, വീട്ടിലിരിക്കുമ്പോൾ ഇടാം. പക്ഷെ പുറത്ത് പോകാൻ എനിക്ക്
ഒട്ടും കംഫർട്ടബിൾ അല്ല ഇതിട്ടിട്ട്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യൂ. എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് കുറച്ചും കൂടി ഫെയർ സ്കിൻ ടോണാണ്. അപ്പം ഞാൻ ഒരു ദിവസം ഹസ്ബൻഡിൻ്റെ മേലെ ട്രൈ ചെയ്തപ്പോൾ അത്ര വൃത്തികേടായി തോന്നിയിട്ടില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഫെയർ സ്കിന്നിന് ഒരു വൈറ്റ് കാസ്റ്റ് വന്നാൽ അത്ര ഒരു ഓഡായിട്ട് തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ നമ്മുടെ ഡാർക്ക് സ്കിൻ ടോണിന് ഇങ്ങനെ ഒരു ശരിക്കും ഒരു ഗ്രേ കളർ ഫിനിഷ് ഉള്ള പോലെ, ഒട്ടും ഫ്ലാറ്ററിങ് അല്ല. ഫേസ് കുറേ കൂടി ഏജ് ആയ പോലെ തോന്നിക്കും. ബിക്കോസ് ഡ്രൈ ആയിട്ടോ തീരെ മോയ്സ്ചറൈസ്ഡ് അല്ലാത്ത ഒരു ലുക്കാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഞാനിത് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക്, ഒരു പേർപ്പിളിഷ്, ഓൾമോസ്റ്റ് ഒരു പേർപ്പിൾ ടോണാണ്. ഇത് ഫുള്ളായിട്ട് ബ്ലെൻഡായിട്ടാണ് ഇതിങ്ങനെ. അതും ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ എടുത്തിട്ടുള്ളൂ. സൺസ്ക്രീനൊക്കെ അവർ പറയുന്നത് ഐഡിയലി 2 ഫിംഗേഴ്സിൽ എടുക്കണം നമ്മൾ സൺസ്ക്രീൻ. ഈ 2 ഫിംഗേഴ്സിൽ ഫുൾ ലൈൻ ആയിട്ടിട്ടിട്ട് അത്രയാണ് നമ്മൾ ഫേസ് ആൻഡ് നെക്കിന് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി എടുക്കുമ്പോഴേക്കും ഇത് ഈസിലി ഒരു 10-15 മിനിറ്റ്സ് എടുക്കും ഈ സ്റ്റേജ് എങ്കിലും എത്താൻ നമ്മൾ മുഖത്തിടുമ്പോൾ. അത് ബ്ലെൻഡ് ചെയ്തിട്ടും യു ക്യാൻ സീ ദാറ്റ് വെരി വെരി ടെറിബിൾ ബ്ലെൻഡിങ് കപ്പാസിറ്റിയാണ് ഇതിൻ്റെ. ശരിക്കും അവിടെ ഇവിടെയും ഒക്കെ നീല കളറായിട്ടുണ്ട്. അത് ഇട്ടിട്ട് പോയാൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും മുഖത്ത് എന്ത് പറ്റിയെന്ന്. സോ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഈ സൺസ്ക്രീനിന്. അതർവൈസ് നിങ്ങൾ ഇത്തിരി ഫെയർ ആണെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് ഔട്ട്. ആൻഡ് ഞാനിപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ബോഡിയിലൊക്കെ തേച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ അല്ലെങ്കിൽ ഒരു നല്ല സൺസ്ക്രീനായിരുന്നു ഇത്, ഫോർമുലേഷൻ വൈസ് ആൻഡ് ഇൻഗ്രീഡിയൻസ്, പിന്നെ 50+ SPF ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല സൺസ്ക്രീനാണ്. പക്ഷേ തീരെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ എർത്ത് റിതമിൻ്റെ സൺഫ്ലൂയിഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് 50 SPF. അത് വന്നാൽ ഞാനത് യൂസ് ചെയ്തിട്ട് എന്തായാലും അതിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.